ഇനി നോൺ കറണ്ട് അസറ്റ്സ് PPE. ഇവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. 4 ഇതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളതാണ് PPE. ഇത് നിങ്ങൾ നോട്ട്സ് അക്കൗണ്ട്സിൻ്റെ നമ്പർ കറക്റ്റ് അതിൽ തന്നെ വരണമെന്നില്ല. 1 2 3 അത് നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ മാറ്റിയൊക്കെ കൊടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വേണമെങ്കിൽ നമുക്കിപ്പം ജസ്റ്റ് ഞാനിപ്പം ആദ്യം തന്നെ കാണുന്നത് എന്താണ്, ഇവിടെ കാണുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിനൊന്ന് കൊടുത്തു. പിന്നെ ഡിബഞ്ചേഴ്സ് കാണും. ഡിബഞ്ചേഴ്സ് എന്താണ്, ലോങ് ടേം ആണ്. അപ്പോൾ ലോങ് ടേമിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യും, 2 നമ്പർ ഇട്ടിട്ട്, ഈ ലോങ് ടേമിൻ്റെ അവിടെ 2 നമ്പർ ഇട്ടിട്ട് ഞാൻ രണ്ടാമത് ഞാൻ കണ്ടത് എന്താണ്, ലോങ് ടേമിൻ്റെ ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സിന് ഞാൻ എഴുതിയിട്ട് എന്ത് ചെയ്യും, ഇവിടേക്ക് ആഡ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് നോട്ട് ചെയ്ത് അങ്ങനെ പോകുന്നതിനും കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കഴിഞ്ഞു. ഇനി 4 എന്താണുള്ളത്, PPE ആണ്. PPEയിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. PPE പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതിൽ ലാൻഡിനെ ഫസ്റ്റ് എഴുതിയാൽ ലാൻഡ് എന്താണ്, ലാൻഡിൻ്റെ വാല്യൂ അറ്റ് കോസ്റ്റ് $220, ആഡ് റീവാലുവേഷൻ കൊടുക്കുക. എത്രയായി, 140. ടോട്ടൽ വാല്യൂ എത്രയായി, 360. ലാൻഡിൻ്റെ വാല്യൂ 360. അതുപോലെ തന്നെ പിന്നെ അടുത്ത ഐറ്റം എന്താണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇവിടെയാണ് നമ്മളെ ഡിപ്രീസിയേഷൻ്റെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ് വാല്യൂ ഉള്ളത്, 770 ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ വരുന്നത്. ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ ഓപ്പണിങ്ങിൽ എത്ര ഉണ്ട്, 770 ഉണ്ട്. നമ്മളെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് കാണാം 770 ആണ് എന്ത് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്. ഓപ്പണിംഗ് ബാലൻസിന്ന് പിന്നെ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ അവിടെ ഒരു കുത്ത് മാർക്ക് ഇട്ട് വെച്ചില്ലേ ക്വസ്റ്റ്യനിൽ ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ അവിടെ കുത്തുണ്ട്. അപ്പോൾ അതെന്താ സംഭവം, അത് സസ്പെൻസ് അക്കൗണ്ട് ഓഫ് 4,000 represents the cash received for the sale of some machinery on 1/4/2021. The cost of the machinery was 10,000 and the accumulated depreciation thereon being 8,000. അതായത് 10,000 കോസ്റ്റ് ഉള്ള ഒരു മെഷീനറി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റഡ് ആയിട്ടുള്ളത് 8,000 ഉണ്ട്. അപ്പം അതെന്ത് ചെയ്യണം, നമ്മളുടെ ഇതിൽ എടുത്തിട്ടുമില്ല, അതിനെ കൊണ്ടുള്ള ഡിഫറൻസ് ആണെന്ത്, ഒരു 4,000 ക്യാഷ് ഉള്ളതുണ്ടല്ലോ, അത് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം, നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൻ്റെ ടൈമിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഐറ്റംസിനാണ് നമ്മൾ സസ്പെൻസ് കൊണ്ടുപോയിടുക. അപ്പം ഇതെന്താണ്, കോസ്റ്റ് ഓഫ് മെഷീനറി വാസ് 10,000 ആണ്. അപ്പം ആ 10,000 എന്ത് ചെയ്യണം, അത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പം ഓപ്പണിംഗ് ബാലൻസ് 770 ഉണ്ട്. അതിൽ നിന്നും പ്ലസ് സെയിൽ വാല്യൂ അല്ലെങ്കിൽ ഡിസ്പോസൽ ₹10. ഇപ്പം 760 ആയിരിക്കും നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ. ഒന്നും കൊടുക്കണ്ട. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ശരിക്കും എന്ത് പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക,
ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. ഇതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെ കാണിക്കുക? ഡിപ്രീസിയേഷന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിപ്രീസിയേഷനിൽ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഡൗട്ട് ഒക്കെ ഉണ്ടാവും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയുന്നില്ല. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫൗണ്ടേഷനിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പം ആ കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ വെറും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഒരു എമൗണ്ട് പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ടോട്ടലി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് പറയുന്നത് $172 ആണ്. 172 ആണ് ടോട്ടൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രയൽ ബാലൻസിലുള്ളത്. ഇതിലെന്തുണ്ട്? നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂന്ന് നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുള്ള ആസറ്റിൻ്റെ വാല്യൂ 10,000 നമ്മൾ കുറച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറയ്ക്കണം. കാരണം അതിൻ്റെ എമൗണ്ട് ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് നമ്മൾ ഒഴിവാക്കി, പ്ലാന്റിൻ്റെ ഫസ്റ്റുള്ള നമ്മുടെ കോസ്റ്റ് ഒഴിവാക്കിയാൽ അതിൻ്റെ കൂടെയുള്ള ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. അപ്പോഴേ ഇത് അതിൻ്റെ എമൗണ്ട് മാറിയിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രം ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 172 എന്തുണ്ടാവും? അതിൻ്റെ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 8,000 കൂടി ഉണ്ടാവും. ലെസ് depreciation of disposed asset എത്രയാണ്? 8 ഉണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ 72 മൈനസ് 8 164 വരും. 164 ആണ് എന്ത്? നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മുടെ കയ്യിൽ ഉള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഡിപ്രീസിയേഷൻ ഫോർ ദ കറണ്ട് പീരീഡും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചെയ്യാം. ഒന്ന് വിത്തൗട്ട് പ്രൊവിഷനും ചെയ്യാം, വിത്ത് പ്രൊവിഷനും ചെയ്യാം. വിത്തൗട്ട് പ്രൊവിഷനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ വന്നാൽ ഡിപ്രീസിയേഷൻ ടു അസറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. ഡിപ്രീസിയേഷൻ ഒരു ഇയർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ്, അതായത് അസറ്റിൻ്റെ വാല്യൂ ഓരോ ഇയറിൽ നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഇനി രണ്ടാമത്തെ വിത്ത് പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷനെ റെക്കോർഡ് ചെയ്യും. അതായത് പ്രൊവിഷൻ ആയിട്ടായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ അസറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? അസറ്റുമായിട്ട് നമ്മൾ എൻട്രി ഇടൂല. ഡിപ്രീസിയേഷൻ വരുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ഇടും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഇത് പ്രൊവിഷനായിട്ട് മാറും. ഈ ഡിപ്രീസിയേഷൻ നമ്മുടെ P&L പോകും. പിന്നെ ഇത് പ്രൊവിഷനായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്കും പോകും. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എൻട്രി ഇടുന്നത്. എന്നിട്ട് ഈ പ്രൊവിഷൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിൽ 10 ഉണ്ടായി, 10. പിന്നെ രണ്ടാമത്തെ ഇയർ ആകുമ്പോൾ ഡിപ്രീസിയേഷൻ
രണ്ടാമത്തെ ഇയറും 10 ടു പ്രൊവിഷൻ 10. അപ്പോൾ പ്രൊവിഷൻ്റെ ടോട്ടൽ ബാലൻസ് ഇയർ 1 ഇയർ 2. അപ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്? 100 ആണ്. അതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഇയർ എൻഡിലത്തെ കാര്യമാണ് പറയുന്നത്. ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിസ്ക്ലോഷർ പർപ്പസിന്, അതായത് ഇത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റുമായിട്ട് നമ്മൾ എൻട്രി ഇടില്ല. ബട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂന്ന് അതിൻ്റെ വാല്യൂ അസറ്റിൻ്റെ ലെഡ്ജറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 100, അതിൻ്റെ എത്രയാണോ കോസ്റ്റ് അത് തന്നെ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ടായിരിക്കും ബാലൻസ് ഷീറ്റ് കാണിക്കുക ഫോർ ഡിസ്ക്ലോഷർ പർപ്പസ്. അപ്പം അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും, അതിനെ കൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതിന്ന് പ്രൊവിഷൻ എത്രയാണ്? പ്രൊവിഷൻ ടോട്ടലായിട്ടുള്ള പ്രൊവിഷൻ 2 ഇയേഴ്സിൻ്റെ പ്രൊവിഷൻ എത്രയുണ്ട്? 20 ഉണ്ട്. 20 കുറച്ചിട്ട് ബാക്കി 80 ഉണ്ടാവും. 80 ആയിരിക്കും എന്ത്, നെറ്റായിട്ടുള്ള ആസറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. അതായത് ഓരോ ഇയേഴ്സിലും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചാർജ് ചെയ്യുക. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് പ്രൊവിഷനായിട്ട് കിടക്കും. ഈ പ്രൊവിഷനും ഈ കോസ്റ്റും തമ്മിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നൊരു ടൈമുണ്ട്. അപ്പം ഈ അസറ്റ് നമ്മൾ വിൽക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഈ അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊവിഷൻ കൂടി കുറച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് എൻട്രീസ് ഇടുക. അപ്പോൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അതിൽ പോയ ടൈമും കുറേ പോകും. അപ്പോൾ അതിനെക്കൊണ്ട് ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആയിട്ടായിരിക്കും പ്രൊവിഷൻ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൊവിഷൻ കണ്ടതിനെ കൊണ്ട് തന്നെ, പ്രൊവിഷൻ ഉള്ളതിനെ കൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 172 എന്ന് പറഞ്ഞാൽ ഇത് ഇയേഴ്സ് ആയിട്ട് പോരുന്ന പ്രൊവിഷൻ്റെ എമൗണ്ട് ആണ് 172. ലെസ് ഡിപ്രിസിയേഷൻ ഓഫ് ഡിസ്പോസ്ഡ് അസറ്റ്, അതായത് ഡിസ്പോസ്ഡ് ആയിട്ടുള്ള അസറ്റിന് 8 റുപ്പീസിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഏതിലുണ്ട്, ഈ 172 അത് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 164 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ ഡിപ്രിസിയേഷൻ, അതായത് ഇത് പ്രൊവിഷനിലേക്ക് വരുന്നതാണ്, അതായത് ഈ പ്രാവശ്യത്തെ ഡിപ്രിസിയേഷനും കൂടി എന്തായിട്ട് വരും, പ്രൊവിഷനിലേക്ക് വരും. അപ്പോൾ ഡിപ്രിസിയേഷൻ ഫോർ ദ കറണ്ട് പീരീഡ് കറണ്ട് പീരീഡ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 10% അല്ലേ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. 10% ആണ് കോസ്റ്റ്. 10% ആണ് കോസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എത്രയാണ്? 760 ആണ് കോസ്റ്റ്. അതായത് കോസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ക്ലോസിങ്ങിലേക്കുള്ള നമ്മുടെ നമ്മുടെ അസറ്റിൻ്റെ ബാലൻസ് എത്ര ഉണ്ട്? 760 ആണ് നമ്മുടെ ക്ലോസിങ്ങിലേക്കുള്ള അസറ്റിൻ്റെ ബാലൻസ്. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, 760 ഇൻറ്റു 10%, ദാറ്റ് ഈസ് 76. 76 പ്ലസ് 164 240 എന്ന് വരും. അതായത് 240 ആയിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ നമ്മൾ അസറ്റിൽ നിന്ന് ചാർജ് ചെയ്യാൻ പോകുന്നത്. ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാൻ പോകുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? 240 ആയിരിക്കും. 240 ആയിരിക്കുന്നത് നമ്മൾ അസറ്റിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷനിൽ എത്ര ലെസ് ചെയ്യുക? 240 ലെസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് നമ്മൾ നോട്ട്സ് അക്കൗണ്ട്സിൽ തന്നെ വേറെ നോട്ടാക്കി ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഡിപ്രീസിയേഷൻ്റെ ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഈ എമൗണ്ട്സ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇനഫാണ്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ, ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ പ്രൊവിഷനെ പറ്റിയും ഡിപ്രീസിയേഷനെ പറ്റിയും ഒന്ന് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താലാണ് ശരിക്കും മനസ്സിലാവുക. എന്നാലും ഏതാണ്ടൊക്കെ ഒരു ഐഡിയ ഉള്ള ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് വിചാരിക്കുന്നു. അപ്പം 240 ലെസ് ചെയ്താൽ എത്ര വരും? 760 മൈനസ് 240 520. 520 ആണെന്ത് നമ്മുടെ ആസറ്റ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്രീസിയേഷൻ ഡിസ്പോസ്ഡ് അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ ഒഴിവാക്കണം. അത്
നമ്മൾ ഓൾറെഡി സോൾഡ് ചെയ്തിട്ടുള്ള അസറ്റാണ്. അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ, അതിൻ്റെ ഡിപ്രീസിയേഷനും നമ്മൾ കുറയ്ക്കുന്നു. അതങ്ങനെയാണല്ലോ വരുന്നത്. അതായത് അതിൻ്റെ കോസ്റ്റ് കുറച്ച് അതിൻ്റെ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ കുറയ്ക്കേണ്ടത്. എന്നിട്ട് ഈ ഇതോടൊപ്പം തന്നെ നമുക്ക് വേറെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ള നോട്ട് എന്താണെന്ന് വെച്ചാൽ, അതർ ഇൻകത്തിൽ നമ്മളുടെ ഈ 4000 നമുക്ക് എന്തുണ്ട്, ഒരു ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്. അസറ്റ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് 4000 ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതിൽ നമുക്ക് എത്രയാണ് കോസ്റ്റ് വന്നത് അത് കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു അതർ ഇൻകം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം അതിൽ സെയിൽ വാല്യൂ ഓഫ് അസറ്റ് 4000 ആണ്. നമ്മൾ റുപ്പീസ് തൗസൻഡ്സ് അതിനെ കൊണ്ട് 4 എന്ന് എഴുതിയാൽ മതി. സെയിൽ വാല്യൂ ഓഫ് അസറ്റ് 4000 ആണ്. ലെസ് കോസ്റ്റ് എത്രയാണ് വരുന്നത്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ആണ് നമ്മുടെ പ്ലാന്റിൻ്റെ കോസ്റ്റ്. അതിൽ നിന്നും എന്ത് ചെയ്യണം, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? 8 റുപ്പീസ് അല്ല 8000 എന്താണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് നമ്മൾ ഒരു പ്രൊവിഷൻ വെച്ചിട്ട് നമ്മൾ അസറ്റിനെ വാല്യൂ ചെയ്യുമ്പോൾ, അതായത് പ്രൊവിഷൻ വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യുക. അതായത് ഇതിൻ്റെ സെയിലിൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റിൽ നിന്നും അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. അപ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള ഈ നെറ്റ് എമൗണ്ട് ആയിരിക്കും എന്ത്, ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട് ആയിരിക്കും ഈ അസറ്റിൻ്റെ വാല്യൂ. ഈ അസറ്റ് മാത്രമായിരുന്നു നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്നുണ്ടെങ്കിൽ ഈ വാല്യൂവിലായിരിക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക 2 റുപ്പീസ്, നെറ്റായിട്ട് 2 റുപ്പീസ്, അതായത് 10 റുപ്പീസ് കോസ്റ്റും അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിട്ട് 8 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെറ്റായിട്ട് 2 ഉണ്ട്. ഈ 8 അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ ഇയേഴ്സ് ആയിട്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വിറ്റ് ടു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് ഈ 8 റുപ്പീസ് ആയി മാറിയത്. അതായത് ഓരോ ഇയേഴ്സും നമ്മൾ 8,000 കുറച്ച് ഇയേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ട് എന്ത് ചെയ്തു, എക്സ്പെൻസ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് എന്താണ് നമ്മൾ ഓൾറെഡി എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മുടെ കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇപ്പോൾ 10,000 മൈനസ് 8,000 എത്ര കിട്ടും? 2 റുപ്പീസ് കിട്ടും. 2 റുപ്പീസാണ് ആക്ച്വലി നമ്മുടെ കോസ്റ്റ് വരുന്നത്. 2 റുപ്പീസ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2,000 റുപ്പീസ് നമ്മളുടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഇതെന്താണ്, നമുക്കൊരു അതർ ഇൻകം ആണ്. ഇത് നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലുള്ള ആക്ടിവിറ്റി അല്ല, എന്നാൽ എന്താണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ അതിനെ കൊണ്ട് എന്താണ്, ഇത് അതർ ഇൻകം ആണ്. അതർ ഇൻകത്തിൽ വരും സെയിൽ വാല്യൂ ഓഫ് അസറ്റ്, ഇതിന്ന് കോസ്റ്റ് കുറയ്ക്കുക, അപ്പം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് കിട്ടും. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ അതർ ഇൻകം ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, അതർ ഇൻകത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുമ്പോൾ ഈ ട്രയൽ ബാലൻസിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ള ഓരോ എൻട്രിക്കും എന്തുണ്ടാവും, ബാലൻസ് ഷീറ്റിലേക്കും പോവും, അതുപോലെ തന്നെ P&Lലേക്കും പോവും. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് എവിടെയാണ്, ഈ സസ്പെൻസ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് ഇവിടെയാണതാ, പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂവിൽ കുറയുന്നില്ലേ, അതാണ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്. അതായത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, 10,000 റുപ്പീസ് കോസ്റ്റ് ഉള്ള ഒരു ഐറ്റം നമ്മൾ എന്ത് ചെയ്തു, വിറ്റു, അതിന് 4,000 ക്യാഷ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 10,000 നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ലെസ് ചെയ്തു. ഇത് എവിടുത്തെ പാർട്ടാണ്, ഇത് ബാലൻസ് ഷീറ്റിൻ്റെ പാർട്ടാണ്. അപ്പോൾ അത് അവിടെ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ അങ്ങനെ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെയിൽ വാല്യൂ ഓഫ് അസറ്റ് 4,000 കിട്ടി. അതിൽ നിന്നും നമ്മുടെ കോസ്റ്റ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത്രയും ഗെയിൻ കിട്ടി. ഇതേ സമയം ഇവിടെ ലോസുമായിട്ട് വരാം, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് അങ്ങനെ ആയിട്ടും വരാം, ലോസ് ആയിട്ടും വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, അത് എവിടേക്ക് പോകും, ഇവിടെ ഉള്ളത് P&Lലേക്കും പോകും.
അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന എല്ലാത്തിനും ഒരു 2 എൻട്രീസ്, അതായത് ഒന്ന് പി ആൻഡ് എല്ലിലേക്കും പോകും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും പോകും. അപ്പോഴാണ് ഇത് ടാലി ആവുക. ഈ ബാലൻസ് ഷീറ്റും പി ആൻഡ് എല്ലും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഒരു എൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ള ഒരു എൻട്രി ഉണ്ടെങ്കിൽ അതിന് 2 സ്ഥലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിലേക്കും പോകും, പി ആൻഡ് എല്ലിലേക്കും പോകും. ഇതെപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ ഓരോന്ന് എഴുതി കൊണ്ടുവന്നാൽ നമ്മളെ ടൈം നല്ലോണം പോകും. അപ്പോൾ അതിനെക്കൊണ്ട് ജസ്റ്റ് ആൻസർ എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയാണ് വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ളത്. ബാക്കി നിങ്ങൾ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളൂ. ഞാൻ ആൻസറിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഫാദറിങ് ടു എന്താ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷെയർ ക്യാപിറ്റൽ കിട്ടി. ഷെയർ ക്യാപിറ്റൽ 300 ആണ്. റിസർച്ച് സർപ്ലസ് നമുക്ക് വരാം. അതിൽ ലോങ് ടേം ബോറോയിങ്സ് നമ്മൾ എഴുതി. ട്രേഡ് പേബിൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്, അതും എഴുതി. അപ്പോൾ അങ്ങനെ പിന്നെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എത്രയാണ്? 4, വർക്കിംഗ് നോട്ട് 4. ലാൻഡിൻ്റെ വാല്യൂ എത്ര ഉണ്ട്? 360 ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ഉണ്ട്? 520 ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ നോക്കി. ഡിസ്പോസൽ ഇങ്ങനെയാണ് നമ്മൾ നോട്ട്സ് കാണിക്കേണ്ടത്. അതായത് ഇവിടെ ഇങ്ങനെ ഡിപ്രിസിയേഷൻ എന്ന് കൊടുത്തിട്ട് അതിൽ 172 എന്താണ്? 172 നമ്മളുടെ ഓൾറെഡി ഉള്ള പ്രൊവിഷൻ. ഇതെന്താണ്? ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്ത ഇതിൻ്റെ പ്രൊവിഷൻ. ഇത് ന്യൂ ഡിപ്രീസിയേഷൻ. ഈ ന്യൂ ഡിപ്രീസിയേഷൻ ഓൾറെഡി വിൽ ഓൾസോ ഗോ ടു പി ആൻഡ് എൽ. പി ആൻഡ് എല്ലിലേക്കും കൂടി പോകും. കാരണം എന്താണ്? ഇത് അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് ഈ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമ്മൾ പി ആൻഡ് എല്ലിലേക്കും കൂടി പോകും. പി ആൻഡ് എൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് എമൗണ്ടാണ് കാണാൻ കഴിയുക? പി ആൻഡ് എൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ടാണ് കാണാൻ കഴിയുക. കാരണം ഇതാണ് പുതിയതായിട്ട് വരുന്ന ഈ ഇയറിലെ ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഞാൻ കാണിച്ചത്. ഡിപ്രീസിയേഷൻ കണ്ടോ? ഡിപ്രീസിയേഷൻ 10% ഓഫ് 760 76. അതായത് ന്യൂ ഡിപ്രീസിയേഷൻ ആണ് ഇവിടേക്ക് വരിക. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടി പ്ലാന്റിൻ്റെ വാല്യൂ കിട്ടി. ഇൻവെൻട്രീസിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്. ക്യാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസറ്റിൻ്റെ ടോട്ടൽ കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യുക. റവന്യൂ ഫ്രോം ഓപ്പറേഷൻ എത്ര ഉണ്ട്? 700 ഉണ്ട്. 700 ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതർ ഇൻകം എത്ര ഉണ്ട്? അതർ ഇൻകം നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്തു. അതായത് നമ്മൾ സെയിൽ ചെയ്ത മെഷീനറിയിൽ നിന്ന് കിട്ടിയ നമ്മുടെ പ്രോഫിറ്റാണിത്, 2 rupees. അപ്പോൾ 702 ആണ് എന്ത് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിന്ന് എക്സ്പെൻസസ്, അതിൽ ഫസ്റ്റ് തന്നെ പർച്ചേസ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ആണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? നമ്മൾ ചേഞ്ചസ് ഇൻവെൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 320 നമ്മളെ പർച്ചേസ് ആയിട്ട് കിട്ടി. പിന്നെ ഫിനാൻസ് കോസ്റ്റ് എന്താണ് വരുന്നത്? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആണെന്ത് ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതർ എക്സ്പെൻസസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അറിയാത്ത എക്സ്പെൻസസ് ഒക്കെ ഇവിടെയാണ് എഴുതുക, അതർ എക്സ്പെൻസസിൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മൾ അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. അതിൽ അടയാളപ്പെടുത്തി നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കാരണം ഇനി പിന്നെ ഒരു പ്രാവശ്യം ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഓരോ സാധനം നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് നോട്ട്സിലേക്കൊക്കെ ഇട്ട് എഴുതുക. എന്നിട്ട് എഴുതി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ
നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്ത് ഓരോന്ന് എവിടേക്കാണ് വരുന്നത്, എവിടേക്കാണ് നമ്മൾ എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതിലൊക്കെ ഇതാ കൊടുത്തിട്ടുണ്ട്. അതാ ഇതുണ്ടോ, ഫാക്ടറി എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ, അതർ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതർ എക്സ്പെൻസ് ആണെങ്കിൽ അതർ എക്സ്പെൻസസ് എന്നിട്ടിട്ട് എല്ലാം എടുത്ത് എഴുതുക. പിന്നെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഫിനാൻസ് കോസ്റ്റ്, അതാ കണ്ടോ നമ്മൾ എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എല്ലാം എടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കുക. അങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഉള്ള സാധനങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ഓരോ കോസ്റ്റസ് കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാ കോസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ലെസ് ടോട്ടൽ റവന്യൂ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് കിട്ടും 166. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 166 നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പോവുക. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രീമിയം, ഓരോ പ്രീമിയംസ് ഉണ്ടാവും, റീവാലുവേഷൻ റിസർവ്, ഇതെല്ലാം റിസർവ്സ് ആണ്. അപ്പോൾ റിസർവ്സിലെല്ലാം കൊടുക്കുക. ജനറൽ റിസർവ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് 72 ഉണ്ട്. പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് പീരീഡ് 166. അപ്പം എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് 238 വരും. എന്നിട്ട് ലെസ് അപ്രോപ്രിയേഷൻസ് ഇൻ്ററിൻ ഡിവിഡൻഡ്. ഇൻ്ററിൻ ഡിവിഡൻഡ് എന്താണ്, അത് പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്, നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻ വേറെ എങ്ങോട്ടേക്കും വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ലെസ് ഇൻ്ററിൻ ഡിവിഡൻഡ് 18 കുറയ്ക്കുക, 220 ആവും, 530. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ളത് ഞാനിപ്പോൾ റീവാലുവേഷൻ്റെ പറഞ്ഞപ്പം പറഞ്ഞു എന്ത് ചെയ്ത് ഇത് P&L വരില്ല എന്ന് പറഞ്ഞു. ബട്ട് എന്തായാലും ഇതിനൊരു 2 എൻട്രീസ് ഉണ്ടാവും. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ എൻട്രി നമ്മളൊന്ന് മനസ്സിലേക്ക് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ലാൻഡ് അക്കൗണ്ട് വിറ്റ് ടു റീവാലുവേഷൻ റിസർവ് എന്നാണ് ഇതിവിടെ വരുന്നത്. അപ്പോൾ ഇത് എന്തിലേക്കാണ് പോകുന്നത്, 2 എൻട്രീസ് ആയിട്ട് പോകുന്നുണ്ട്. ഒന്ന് P&L, ഒന്ന് ബാലൻസ് ഷീറ്റിലേക്കും അല്ല പോകുന്നത്, മറിച്ച് രണ്ടും ബാലൻസ് ഷീറ്റിൽ തന്നെ, ഒന്ന് അസറ്റ്സിലേക്കും പോകുന്നു, ഒന്ന് ലയബിലിറ്റിയിലേക്കും പോകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ലാൻഡ് എന്താണ്, അസറ്റാണ്. അതുപോലെ തന്നെ ഈ റീവാലുവേഷൻ റിസർവ് എന്താണ്, ലയബിലിറ്റിയാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്, റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്കും പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോയിട്ട് എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ളതിന് ഒക്കെ ഇങ്ങനെ ഒരു എൻട്രി ഉണ്ടാവും. ഇപ്പോൾ ഈ ഫൈനൽ ഡിവിഡൻഡ് നമ്മളുടെ ഈ ഇയറിലാണെങ്കിൽ, ഈ ഇയറിലായിരുന്നു എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നമ്മളെ ഈ ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡില്ലേ, അത് സപ്പോസ് നമ്മൾ ഈ ടൈമിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ എൻട്രി എങ്ങനെയാണ് വരിക, ഡിവിഡൻഡ് പെയ്ഡ് വേണ്ട, ഡിവിഡൻഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻട്രി ഉണ്ടാവുക. 18 ഇങ്ങനെ ആയിരിക്കും എൻട്രി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതെവിടേക്ക് പോകും, ഈ ഡിവിഡൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് എന്ത് ചെയ്യും, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് കുറയും ഡിവിഡൻഡ്. അതായത് ഡിവിഡൻഡ് എക്സ്പെൻസ് അല്ല, പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഡിവിഡൻഡ് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഫ്രീ റിസർവ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ P&L ഏതെങ്കിലും ഒരു റിസർവ് എന്ത് ചെയ്യും, 100 P&L ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 18 rupees കുറയും. അതുപോലെ തന്നെ ഈ ക്യാഷ് എന്ത് ചെയ്യും, നമ്മുടെ അസറ്റ്സിൽ പോയിട്ട് എന്ത് ചെയ്യും, ഈ ക്യാഷ് കുറയും. അപ്പം അങ്ങനെ ഏതൊരു എൻട്രി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വന്നാലും അതിന് 2 സ്ഥലത്തേക്ക് എന്തായാലും പോകും. അപ്പോൾ അത് P&L തന്നെ പോയിക്കൊള്ളുന്നില്ല, P&L പോവും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും പോകാം, 2 സ്ഥലത്തേക്കും പോകാം. അല്ലെങ്കിൽ രണ്ടും ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ ആവാം, ചിലപ്പോൾ രണ്ടും P&L തന്നെ ആയിന്നും വരാം. അപ്പം അങ്ങനത്തെ കേസൊക്കെ വരും.
അപ്പോൾ എന്തായാലും ഈ ഡിസ്ക്ലോഷർ പർപ്പസിന് അല്ലാത്ത കാര്യങ്ങൾ, അതായത് ഈ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 40,000 ആണ്, ഇതൊരു ഡിസ്ക്ലോഷറിന് തരുന്നതാണ്. അല്ലാത്തതിനൊക്കെ എന്തുണ്ടാവും, 2 എൻട്രീസ് ഉണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് ബാലൻസ് ഷീറ്റ് തെറ്റില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി ആയിട്ടില്ലെങ്കിലും എവിടെയാണ് പ്രശ്നം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എറേഴ്സ് ഒന്നും വരുത്താതെ നിൽക്കാനാണ്. ഇപ്പം ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഫുള്ള് ഇത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ഇതിൽ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഫുള്ള് ചെയ്തെന്നാൽ എന്താവില്ല, നിങ്ങൾക്ക് പഠിക്കാനാവില്ല. സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം എന്നുള്ളതാണ് എൻ്റെ പണി. അപ്പോൾ ഞാൻ കോൺസെപ്റ്റൊക്കെ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഡിപ്രീസിയേഷൻ്റെ കാര്യം നിങ്ങൾ ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇത്ര മതി. അല്ല ഈ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ അത് കാര്യങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ എവിടെയെങ്കിലും നോക്കി ഒന്ന് പഠിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഭാവിയിൽ ഡിപ്രീസിയേഷൻ്റെ ഒരു ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കാം. അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ക്ലോസ് ചെയ്തിട്ട് ലാസ്റ്റാണ് എന്ത്, റിസർവ്സും സർപ്ലസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ റിസർവ്സും സർപ്ലസും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കും. റിസർവ്സും സർപ്ലസും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ടാലി ആയി മാറും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ഇത് അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഐ തിങ്ക്. റിസർവ്സും റെഡിയായി. അപ്പം അങ്ങനെ എല്ലാം കൂടി റെഡി ആകുമ്പോൾ എന്താവും, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവും. ഇത് ജസ്റ്റ് നമ്മുടെ സാധാ ബാലൻസ് ഷീറ്റ് ചെയ്യും പോലെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വെർട്ടിക്കലായിരുന്നേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അതുപോലെ തന്നെയാണ്. ബട്ട് നമ്മൾ എൻട്രീസിന് പകരം 2/, ഒന്നും ഉണ്ടാവില്ല. ഇപ്പുറത്തും എഴുതണതിന് നമ്മൾ സാധാരണ അങ്ങനെ എഴുതി പഠിച്ചിട്ട് പിന്നെ ഈ രീതിയിലേക്ക് വരുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ കാര്യമാക്കണ്ട. അത് കുറച്ചൊന്ന് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് നല്ല സിമ്പിളായിട്ട് മറ്റേതുപോലെ തന്നെ, അതായത് സാധാ ടി ഫോർമാറ്റ് പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫോർമാറ്റാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് യൂസേജ് വരുന്നൊരു സംഭവമാണ്. പ്രാക്ടിക്കൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷെഡ്യൂൾ 3 ഫോർമാറ്റുള്ള ബാലൻസ് ഷീറ്റും ചെയ്യാനും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കുക. ഞാൻ വേണമെങ്കിൽ ഇനി ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഒരു നോട്ട് ഉണ്ട്. ദ ഫൈനൽ ഡിവിഡൻഡ് വിൽ നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് declared after reporting date but before approval of the financial statements as per accounting standards. Hence it has not been recognized in the financial statements for the year ended 31st March 2022. Such dividend will be disclosed in notes only. അതായത് നോട്ട്സിൽ നമ്മളൊന്ന് ജസ്റ്റ് പറയുന്നത് ഫൈനൽ ഡിവിഡൻഡ് വിൽ നോട്ട് ബി, ഫൈനൽ ഡിവിഡൻഡ് ആയിട്ടുള്ള ഫൈനൽ ഡിവിഡൻഡ് ഒരു എത്രയാണ്, അറ്റ് 10% ഡിക്ലെയർഡ് ആണ്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് പറയും, നമ്മൾ ജസ്റ്റ് നോട്ട്സിൽ പറയുന്നേ ഉള്ളൂ. നോട്ട്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ ആ നോട്ട്സ് അക്കൗണ്ട്സിലല്ല, അല്ലാതെ നോട്ട്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നോട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. The final dividend will not be recognized as a liability at the balance sheet date even if it is declared after reporting date but before approval of the financial statements. ഇത് ആഫ്റ്റർ എന്താണ്, ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് ലയബിലിറ്റി ആയിട്ടൊന്നും നമ്മൾ കാണിക്കൂല. ഫൈനൽ ഡിവിഡൻഡ് എന്താണ്, പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്. അതെന്താണ്, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എന്തായാലും കാണിക്കാൻ പറ്റാത്ത ഐറ്റമാണ്. അത് ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഡിവിഡൻഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഡിവിഡൻഡ് ടു ഡിവിഡൻഡ് പേയബിൾ എന്നിട്ടിട്ട് ഡിവിഡൻഡ് പേയബിൾ പേ ചെയ്യുമ്പോൾ കൊടുക്കും. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. അത് ഈ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് എന്തായാലും വരുന്നത്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 2, ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ഉള്ളത്.
അപ്പോൾ ഇതിലൂടെ ഏതാണ്ടൊക്കെ എല്ലാ കോൺസെപ്റ്റ്സും ഏതാണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യാം, ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക, P&L വരയ്ക്കുക, പിന്നെ P&L വരയ്ക്കുക, എന്നിട്ട് നോട്ട്സ് അക്കൗണ്ട്സ് എഴുതിക്കൊണ്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ഐറ്റംസ് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ അവിടെ പോയി എഴുതുക. എന്നിട്ടങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ളതിന് 2 സൈഡ്സ് ഓഫ് എൻട്രീസ്, ഒന്നെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നെ അസറ്റ് ലയബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒന്ന് P&L ഒന്ന് ബാലൻസ് ഷീറ്റിൽ, അല്ലെങ്കിൽ 2 P&L. അപ്പോൾ അങ്ങനെ എന്തായാലും 2 ടൈപ്പ് ഓഫ് 2 സ്ഥലത്തുള്ള എൻട്രി ഉണ്ടാവും. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത് നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് ഏത് എൻട്രി നമുക്കൊരു എൻട്രി തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരും. ജേണൽ എൻട്രി നമ്മൾ മനസ്സിലായാൽ പിന്നെ അത് എങ്ങോട്ടാണ് വരിക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.